ഏകദേശം 7 മാസങ്ങൾക്ക് മുമ്പ് ഇതേ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ പറഞ്ഞു പി.കെ. ശശിയേട്ടനായിരിക്കും ഒറ്റപ്പാലത്ത് യു.ഡി.എഫിൻ്റെ സ്ഥാനാർത്ഥിയാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം എന്നുള്ളത് പറഞ്ഞു. ആദ്യം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള മഞ്ചേരിക്കാരനായിട്ടുള്ള വി.എം. ഷൗക്കത്തിനെ വിളിച്ചിട്ട് ഈ രാജൻ ജോസഫ് എന്ന് പറയുന്നവൻ മഞ്ചേരിക്കാരനല്ലേ, ഓനെനക്ക് വേണം എന്ന് പറഞ്ഞു. മണ്ണാർക്കാട് വന്ന് മണ്ണാർക്കാട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരു വേരോട്ടം ഉണ്ടാക്കിയെടുത്തതിൽ പി.കെ. ശശിയുടെ ഒരു നിശ്ചയദാർഢ്യവും ധീരതയും ഒക്കെ വലിയ പങ്ക് തന്നെയായിരുന്നു. ഇവരോടെല്ലാം ഫൈറ്റ് ചെയ്യുന്നു, അവിടുത്തെ എല്ലാം നഷ്ടപ്പെട്ട ആദിവാസികളെ കൂട്ടിപ്പിടിക്കുന്നു. ഒരർത്ഥത്തിൽ മണ്ണാർക്കാട്ടിലെ ഒരു കുഞ്ഞാലിയായിരുന്നു പി.കെ. ശശി എന്ന് നമുക്ക് പറയാവുന്നതാണ്. യു.ഡി.എഫ് സർക്കാർ വന്നു കഴിഞ്ഞാൽ മാന്യമായൊരു സ്ഥലത്ത് ഒരുപക്ഷെ KTDCയുടെ ചെയർമാൻ സ്ഥാനത്ത് തന്നെ അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യും. അതിന് അദ്ദേഹം യോഗ്യനാണ്. പക്ഷേ LDF സർക്കാരാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പി.കെ. ശശി എന്ന് പറയുന്ന വ്യക്തിയുടെ രാഷ്ട്രീയ ജീവിതം, പൊതുജീവിതം ഇവിടെ അവസാനിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു മാർഗവുമില്ല. ഇപ്പോൾ സുരേഷ് വരുന്നു പാലക്കാട്, അതോടൊപ്പം തന്നെ ഇതാ ഇപ്പോൾ ഈ പി.കെ. ശശി വരുന്നു, അതിനു മുമ്പ് തന്നെ ഒരു KP ഉണ്ണികൃഷ്ണൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ കോൺഗ്രസിലേക്ക് വരികയും അവർക്ക് സീറ്റ് നൽകുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ കോൺഗ്രസിന് വേണ്ടി രാവ് അന്തിയോളം പണിയെടുത്തിട്ടുള്ള നേതാക്കന്മാരുണ്ടല്ലോ, അവരെന്ത് ചെയ്യും? അല്ല, അവർ വായി നോക്കി നടന്നോട്ടെ, എല്ലാം ഇപ്പോൾ വേറൊന്നും പറയാനില്ല. കാരണം അവർക്ക് അത്യാവശ്യം അറിയാവുന്ന ഒരു കലാപരിപാടി അതാണ്. അതുമാത്രമേ അവർ ചെയ്തുകൊണ്ടിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. കാരണം അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോകും. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, പി.കെ. ശശി KTDCയുടെ ചെയർമാൻ സ്ഥാനം രാജിവെച്ചിട്ടുണ്ട്. ഇനി എന്താണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞു. ഇവിടെ നാളെ മാധ്യമപ്രവർത്തകരെ കാണും എന്ന് പറഞ്ഞിട്ടുണ്ട്. പി.കെ. ശശിയുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരാളാണ് രാജൻഭായ് എന്നുള്ളത് എനിക്കറിയാം. എന്താണ് പി.കെ. ശശിയുടെ ഈ രാജി കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഏകദേശം 7 മാസങ്ങൾക്ക് മുമ്പ് ഇതേ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ പറഞ്ഞു പി.കെ. ശശിയേട്ടനായിരിക്കും ഒറ്റപ്പാലത്ത് യു.ഡി.എഫിൻ്റെ സ്ഥാനാർത്ഥിയാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം എന്നുള്ളത് പറഞ്ഞു. മാത്രമല്ല, പിന്നെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുന്നതിന് മുമ്പ് അദ്ദേഹവും മണ്ണാർക്കാട് MLA ഷംസുദ്ദീനും അതേപോലെ മണ്ണാർക്കാട് മുനിസിപ്പൽ ചെയർമാനും P.K. കുഞ്ഞാലിക്കുട്ടി സാഹിബും 4 പേരും കൂടി ചർച്ച നടത്തുകയും അടുത്തടുത്ത വണ്ടികളിലായിട്ട് ഒരുമിച്ച് വരികയും അവിടെ വെച്ചാണ് കൊച്ചി പഴയ കൊച്ചി അല്ലായിരിക്കും, പക്ഷേ ബിലാൽ പഴയ ബിലാൽ തന്നെയാണ് എന്ന് പറഞ്ഞ ഒരു പ്രസംഗവും നടത്തിയിട്ടുള്ള. അതിനെക്കുറിച്ചും ഞാൻ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് വരെ വ്യക്തിപരമായി ഞങ്ങൾ തമ്മിൽ തുടക്കത്തിൽ തെറ്റിയിട്ടാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് കഴിഞ്ഞ വർഷങ്ങളായിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഏകദേശം 2022 അവസാന ഘട്ടത്തിലാണ് CPMൻ്റെ പാലക്കാട് ജില്ലാ സമ്മേളനം നടത്തുന്ന സമയത്ത് ഇദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള വ്യാപകമായ പ്രതിഷേധങ്ങൾ പാർട്ടി സഖാക്കൾ അത് ചെർപ്പളശ്ശേരി, കോങ്ങാട്, ഒറ്റപ്പാലം, പിന്നെ നെന്മാറ, ചിറ്റൂര് തുടങ്ങി ഇദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ണാർക്കാട് നിന്ന് വരെയുള്ള വിവിധ സഖാക്കൾ ഒരുപാട് വിവരങ്ങൾ എനിക്ക് തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് എനിക്ക് പി.കെ. ശശിയേട്ടനെ അറിയത്തില്ല. ഇവരെല്ലാം തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പി.കെ. ശശിയേട്ടനെ ആദ്യമായിട്ട് സ്റ്റോറി ചെയ്യുന്നത്. പി.കെ. ശശിയേട്ടനെ കുറിച്ച് അതിന് മുമ്പിയാണ് കേൾക്കുന്നത്. 2016 അദ്ദേഹം പിന്നെ നിയമസഭയിലേക്ക് ഷൊർണൂർ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നു. അതിനുശേഷമാണ് വിശ്വവിഖ്യാതമായ പ്രയോഗമുണ്ടാവുന്നത്. തീവ്രത കുറഞ്ഞ പീഡനം, ലൈംഗിക പീഡനത്തിൽ തീവ്രത കുറഞ്ഞു എന്ന് കണ്ടെത്തിയ ആ ഒരു അന്വേഷണ കമ്മീഷനൊക്കെ ഞാൻ നമിക്കുന്നുണ്ട്. കാരണം റിക്ടർ സ്കെയിലിൽ തീവ്രത കുറഞ്ഞ ഭൂകമ്പം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ തീവ്രത കുറഞ്ഞ പീഡനത്തിൻ്റെ അവകാശിയായിട്ടുള്ള ശശിയേട്ടനെക്കുറിച്ച് വളരെ രൂക്ഷമായ ഭാഷയിൽ ഞാൻ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ഇത് പിറ്റേ ദിവസം, കാരണം പുള്ളി ജില്ലാ സെക്രട്ടറി ആവാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക, കയ്യിലുള്ള MLA സ്ഥാനം പോയി ജില്ലാ സെക്രട്ടറി ആവാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക. സംസ്ഥാന നേതാവായിട്ടുള്ള C.K. രാജേന്ദ്രനേക്കാളും അദ്ദേഹത്തിന് ആ പിന്നെ ജില്ലയ്ക്കകത്ത് വലിയ സ്വാധീനമുണ്ട്. ആ സ്വാധീനം ഉണ്ടാകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് ഈ ഏരിയ കമ്മിറ്റികളിൽ നിന്ന് വ്യാപകമായ പ്രതിഷേധം ഉയരുകയും ഇദ്ദേഹം ജില്ലാ സമ്മേളനത്തിൽ സൈഡാക്കപ്പെടുകയും ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ വലങ്കായിയായിട്ടുള്ള പല ആളുകളും വെട്ടിമാറ്റപ്പെടുന്നു, ഇദ്ദേഹം ഐസൊലേറ്റ് ചെയ്യപ്പെടുന്നു. ഇദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് ഒതുങ്ങുക മാത്രമല്ല, ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും വരെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നു. തൊട്ടടുത്ത ദിവസം എനിക്കൊരു പാർട്ടി കോൾ വരികയാണ്. ഒന്ന് പാർട്ടി ലോക്കൽ സെക്രട്ടറിയാണ് വരുന്നത് മഞ്ചേരിയിൽ. അപ്പോൾ ഇങ്ങേരെന്ത് കാണിച്ചു, ഇങ്ങേർക്ക് ഈ വൈര്യനിര്യാതന ബുദ്ധി ഭയങ്കര ഉള്ള ഒരാളാണ്. പക്ഷെ അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ സാധു മനുഷ്യനോ. 2 തരത്തിലുള്ള സ്വഭാവങ്ങളുണ്ട്. സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, ഇല്ലെങ്കിൽ നിക്കിക്കൊല്ലും. എങ്ങനെയാണെങ്കിലും മരണം ഉറപ്പാണ് നമുക്ക്. അപ്പോൾ പുള്ളി ആദ്യം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള മഞ്ചേരിക്കാരനായിട്ടുള്ള വി.എം. ഷൗക്കത്തിനെ വിളിച്ചിട്ട് ഈ രാജൻ ജോസഫ് എന്ന് പറയുന്നവൻ മഞ്ചേരിക്കാരനല്ലേ, ഓനെനക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാളെടുത്ത് പോയി പറഞ്ഞു, ഓപ്പം മഞ്ചേരി ഒന്നുമല്ല, 10 വർഷം ഇവിടെ നിന്ന് പോയിട്ടെന്ന് പറഞ്ഞു. ഞാൻ അവൻ്റെ പഴയ ലോക്കൽ സെക്രട്ടറിയുടെ നമ്പർ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള മോമാലിയാക്കയുടെ നമ്പർ കൊടുത്തു. മോമാലിയാക്ക ഇപ്പം മരണപ്പെട്ടു. മോമാലിയാക്ക ഉടനെ തന്നെ പറഞ്ഞു, ഇല്ലില്ല അവനിവിടെ താമസമൊന്നുമില്ല, അവന് ചുങ്കത്രയാണെന്ന് പറഞ്ഞു. ചുങ്കത്ര അൻവറിൻ്റെ പിന്നെ മണ്ഡലമല്ലേ, ഓനെ ഞാൻ പൊക്കിക്കൊള്ളാം, അൻവറിനെ വിളിച്ചാൽ മതി, അൻവറിൻ്റെ ചങ്ങാതിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാം
പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല എന്നുള്ളത്. പക്ഷേ ഇവരെല്ലാം എന്നോട് പറയുന്നുണ്ട് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം, കാരണം പുള്ളിയുടെ സ്വഭാവം അതാണെന്നുള്ളത്. പക്ഷേ പിന്നെ അതിനും ഏകദേശം 3-4 മാസങ്ങൾക്ക് ശേഷം പുള്ളിയുമായി അടുത്ത സൗഹൃദമുള്ള ചില സുഹൃത്തുക്കൾ എന്നോടൊന്ന് ബന്ധപ്പെടുകയും, ഞാൻ അന്ന് നവകേരളയിൽ ചെയ്യുന്ന സമയത്താണ് എന്നെ ഒന്ന് ബന്ധപ്പെടുകയും, പുള്ളി KTDCയുടെ ചെയർമാനുമാണല്ലോ, കൊച്ചിയിലും വരുന്നുണ്ടെന്ന് നേരിട്ട് കാണണമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ എവിടെ ഇരിക്കും, നമുക്ക് ബോൾഗാട്ടി പാലസിലിരിക്കാം. ഞാൻ പറഞ്ഞു ബോൾഗാട്ടി പാലസിൽ വരുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്കും വരുന്നതിന് കുഴപ്പമില്ല. പക്ഷേ പാർട്ടിക്കെതിരെ വരെ വിമർശനം ഉന്നയിക്കുന്ന ഞാനും പാർട്ടിയിൽ നിന്ന് അനഭിമതനായി തരം താഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന PK ശശിയേട്ടനും തമ്മിൽ എന്ന് ഏതെങ്കിലും പാർട്ടി സഖാക്കൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് ബാധ്യതയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ എറണാകുളം ഷേണായിസ് തിയേറ്ററിനടുത്തുള്ള ഒരു സ്യൂട്ട് റൂം ബുക്ക് ചെയ്യുന്നു. ഞാൻ ചെന്നു കഴിഞ്ഞപ്പോൾ ഈ 2 കോൺട്രാക്ടർമാരാണ്. അവരവിടെ നിന്ന് തന്നെ പെട്ടെന്ന് ഇറങ്ങി. അപ്പോൾ അവരെന്നോട് നല്ല ചെവി പറഞ്ഞു, പ്രായമുള്ള ആളാണ്, ബഹുമാനിക്കണം എന്ന് പറഞ്ഞു. പ്രായമുള്ള ആൾക്കാർ എനിക്ക് നല്ല ബഹുമാനമുള്ള ആളുമാണ്. പിന്നെ ശശിയേട്ടനായിട്ട് കമ്പനിയായി. പിന്നെ ശശിയേട്ടൻ വെച്ചാൽ സിഗരറ്റ് പിടിക്കത്തില്ല, ഒന്നുമില്ല. അപ്പോൾ പുള്ളി എൻ്റെ മുമ്പിലിരുന്ന് 2 പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അച്ഛൻ്റെ മരണമാണ്. ഇദ്ദേഹം വയനാട്ടിൽ ജില്ലക്കാരനായിരുന്നു. അച്ഛൻ ഈ തട്ടുംപുറത്ത് മച്ചെന്ന് പറയുമല്ലോ, അവിടെ കസേരയിട്ട് പേപ്പർ വായിക്കുന്ന രീതിയുണ്ട്. അപ്പോൾ അമ്മ അച്ഛന് ചായ കൊണ്ടുപോയി കൊടുത്തപ്പം അച്ഛൻ ഇങ്ങനെ കിടക്കുക. അച്ചാന്ന് പറഞ്ഞ് തട്ടി വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല. അപ്പോൾ ഈ കയ്യിൽ നിന്ന് ഗ്ലാസും പോയി അച്ഛനെ കെട്ടിപ്പിടിച്ചാൽ കരഞ്ഞു. ഇതാണ് ആദ്യത്തെ അനുഭവം. അച്ഛൻ മരണപ്പെടുന്നു. അച്ഛൻ്റെ മരണത്തിന് ശേഷമാണ് പിന്നീട് അവർ മണ്ണാർക്കാട്ടേക്ക് വരുന്നത്. മണ്ണാർക്കാട് മണ്ണാർക്കാട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരു വേരോട്ടം ഉണ്ടാക്കിയെടുത്തതിൽ PK ശശിയുടെ ഒരു നിശ്ചയദാർഢ്യവും ധീരതയും ഒക്കെ വലിയ പങ്ക് തന്നെയായിരുന്നു. അറിയാലോ, പ്രമാണിമാരോടൊക്കെ വെട്ടിപ്പിടിച്ചിട്ടാണ് വരുന്നത്. അങ്ങനെ ഇവരോടെല്ലാം ഫൈറ്റ് ചെയ്യുന്നു. അവിടുത്തെ എല്ലാം നഷ്ടപ്പെട്ട ആദിവാസികളെ കൂട്ടിപ്പിടിക്കുന്നു. ഒരർത്ഥത്തിൽ മണ്ണാർക്കാട്ടിലെ ഒരു കുഞ്ഞാലിയായിരുന്നു PK ശശി എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അങ്ങനെ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നീട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങുന്നു. മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി ആവുന്നു. അദ്ദേഹം ശരിക്കും മണ്ണാർക്കാട് പഞ്ചായത്തിൻ്റെ പരിധിയിലല്ല താമസിക്കുന്നത്, മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയുടെ പരിധിയിലല്ല, തൊട്ടടുത്തുള്ള ഒറ്റപ്പാലം മണ്ഡലത്തിൻ്റെ പരിധിയിലാണ് താമസിക്കുന്നത്. പക്ഷേ ആദ്യം നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് തൊട്ടപ്പുറത്ത് ഷൊർണൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് 2016 മത്സരിക്കുന്നത്. ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഈ സംഘടനയ്ക്കകത്ത് വന്നതിന് ശേഷം സംഘടനയിൽ ഇഷ്ടമില്ലാത്തവരെ മുഴുവൻ. അപ്പോൾ ഒരു കാരണവുമില്ല. അവനെന്നെ കണ്ടപ്പോൾ ചിരിച്ചില്ലേ, എന്നാൽ മനം വേണ്ട, ഇതാണ് നിലപാട്. പക്ഷേ എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ എന്നോടൊരു കാര്യം കാണിച്ചതെന്നുള്ളത് ഞാൻ എപ്പോഴും ചിന്തിക്കും. ഞാൻ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഈ രീതിക്കകത്ത് എന്തുകൊണ്ടാണ് മാറ്റം വരുത്താത്തത്? അപ്പം അതിനിടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിച്ചിട്ട് ഞാൻ പറയും, ഒന്ന് വലിച്ചിട്ട് വരട്ടെ, എൻ്റെ അപ്പനേക്കാൾ പ്രായമുള്ള ഒരാളല്ലേ, അതിനെന്താ ആയിക്കോളൂ, പക്ഷേ എനിക്ക് ഇത്തരം ദുശീലങ്ങളൊന്നുമില്ല എന്ന് പറയും. ഞാൻ പിന്നെ തിരിച്ചു വന്നപ്പം ഇദ്ദേഹം പിന്നെയും കരയുകയാണ്, കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ ചേട്ടാന്ന് പറഞ്ഞ് ഞാൻ ചേർത്ത് വിളിച്ചു തലയിൽക്കൂടെ. ഞാൻ നിൽക്കുകയാണ്, പുള്ളി കട്ടിലിരിക്കുക. അല്ല, എൻ്റെ ബാലേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഗതികളുണ്ടാവില്ലായിരുന്നു എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഏത് ബാലേട്ടൻ? കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞു. അതൊരു ചങ്കി തട്ടിയിട്ടുള്ളൊരു ബന്ധമാണ്. കോടിയേരി ഉണ്ടെങ്കിൽ എനിക്കിന്ന് ഈ ഗതികേട് വരില്ലായിരുന്നു എന്നാണ്. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വിങ്ങി കരയുകയാണ്. ഇത് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം രാജിവെക്കപ്പെട്ട നടപടിക്കൊന്നും ശേഷം പറയുന്നതല്ല, അത് പുള്ളിക്കും അറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ പിന്നെ പറഞ്ഞു. പക്ഷേ ഞാൻ പുള്ളിയോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒന്നുകിൽ പാർട്ടിക്ക് വിധേയനായിട്ട് നിൽക്കുക, അതല്ലെങ്കിൽ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് പാർട്ടിക്കെതിരെ പണിയെടുക്കാതെ KTDC ചെയർമാൻ സ്ഥാനം ഒഴിവാക്കുക, പാർട്ടിക്ക് പുറത്തിറങ്ങിയിട്ട് പണിയെടുക്കുക. കാരണം ഇത് സംസ്ഥാന ഗവൺമെൻറ് ആനുകൂല്യമാണല്ലോ. ഈ വണ്ടി സൗകര്യങ്ങൾ, കേരളത്തിലെ ഏത് ടൂറിസ്റ്റ് ഹോമിലും പോയി താമസിക്കാം, എത്ര പേരെയും വേണമെങ്കിൽ കൂടെ കൊണ്ടുപോയി താമസിപ്പിക്കാം, അതിനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ആക്ഷേപങ്ങൾ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇപ്പോഴത്തെ സ്ഥിതിക്കകത്തെന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തെ ഇപ്പോൾ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യാത്ത അവസ്ഥയിലാണ് ഇദ്ദേഹം. UDF പോയാലും NDAയിൽ BJP പോയാലും സംഭവിക്കുക. UDF പ്രിഫർ ചെയ്യുള്ളൂ. നമ്മൾ ആ 7 മാസം മുമ്പേ പറഞ്ഞു UDF പോകാൻ നോക്കുന്നത്. അവിടെ പ്രാദേശികമായി ഹരിമാഷ സ്ഥാനാർത്ഥിയാക്കുക എന്ന ധാരണയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരോട് നന്നായിട്ട് പിന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ സമയം ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ, ഇന്നലെ വരെ പീഡനം ശശി എന്ന് വിളിച്ച ഒരാളെ, തീവ്രത കുറഞ്ഞ പീഡനത്തിൻ്റെ വ്യക്തി എന്ന് പറഞ്ഞ ഒരാളെ ഞങ്ങൾ വീണ്ടും അതും കൂടി ചുമക്കേണ്ടി വരുമ്പം, അല്ലെങ്കിൽ പാലക്കാട്ട് ഒരുത്തൻ്റെ പീഡനം കൊണ്ട് കുടുങ്ങിയിരിക്കുക, അത് കേരളത്തിലാകെ ചർച്ചയായിട്ടിരിക്കുക. ഇങ്ങനൊരു വല്ലാത്ത ദശാസന്ധിയിലേക്ക്, ഒരു പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഇതെത്തിക്കും. PK ശശിയേട്ടൻ്റെ രാഷ്ട്രീയത്തിനകത്ത് ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ശശിയേട്ടൻ എന്നെ കാണാൻ വന്നപ്പോഴും ഞാൻ ശശിയേട്ടനോട് പറഞ്ഞതാ. അതിന് ശേഷം 6 മാസം മുമ്പ് എന്നെ വിളിച്ചു, ആരോഗ്യസ്ഥിതിയൊക്കെ എങ്ങനെയുണ്ട്, അത്തരം കാര്യങ്ങളിലെല്ലാം വളരെ ഒരു കരുതലും സ്നേഹവും സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ എല്ലാ വർഷവും
തിരുമാൻ പോവും, ഈ ഉഴിച്ചിലിന് പോകണം, നല്ല സ്ഥലമുണ്ട്. ഞാൻ പറഞ്ഞു ശശിയേട്ടാ, നിങ്ങൾക്കൊക്കെ പോകുന്ന പോലെ പോകാൻ പറ്റിയ സാമ്പത്തിക അവസ്ഥയുള്ള ഒരാളല്ല. മോഹൻലാലും മമ്മൂട്ടിയും നിങ്ങളും ഒക്കെയാണ് ഇങ്ങനെ വർഷവും ഒരു മാസവും ഉഴിച്ചിലിന് പോകുന്നത്. അതൊന്നല്ല അപ്പാ, നിനക്കറിയാണ്ടാണ്, എനിക്കറിയണേ എത്ര പേരെ ഇതിന് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാനാണ് കൊണ്ടുപോകുന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറയുന്നൊരു സ്നേഹമുള്ള മനുഷ്യനാണ്. പക്ഷേ ഇപ്പം ഇത്തെ സ്ഥിതിയിൽ രാഷ്ട്രീയ ധാർമ്മികതയുടെ ഒരു വിഷയമായിട്ട് ഇത് മാറും. അതുകൊണ്ട് തന്നെ ശശിയേട്ടന് മുന്നോട്ടുള്ള വഴി അത്ര സുഗമമല്ല. മറിച്ച് ഒരു UDF സർക്കാരാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, UDF സർക്കാർ വന്നു കഴിഞ്ഞാൽ മാന്യമായൊരു സ്ഥലത്ത്, ഒരുപക്ഷെ KTDCയിലെ ചെയർമാൻ സ്ഥാനത്ത് തന്നെ അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യും. അതിന് അദ്ദേഹം യോഗ്യനാണ്. പക്ഷേ LDF സർക്കാരാണ് വരുന്നതെന്നുണ്ടെങ്കിൽ PK ശശി എന്ന് പറയുന്ന വ്യക്തിയുടെ രാഷ്ട്രീയ ജീവിതം, പൊതുജീവിതം ഇവിടെ അവസാനിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു മാർഗവുമില്ല. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ സുരേഷ് വരുന്നു പാലക്കാട്, അതോടൊപ്പം തന്നെ ഇതാ ഇപ്പോൾ ഈ PK ശശി വരുന്നു, അതിനു മുമ്പ് തന്നെ ഒരു KP ഉണ്ണികൃഷ്ണൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ കോൺഗ്രസിലേക്ക് വരികയും അവർക്ക് സീറ്റ് നൽകുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ കോൺഗ്രസിന് വേണ്ടി രാവ് അന്തിയോളം പണിയെടുത്തിട്ടുള്ള നേതാക്കന്മാരുണ്ടല്ലോ, അവരെന്ത് ചെയ്യും? അല്ല, അവർ വായി നോക്കി നടന്നോട്ടെ, അല്ല ഇപ്പോൾ വേറൊന്നും പറയാനില്ല. കാരണം അവർക്ക് അത്യാവശ്യം അറിയാവുന്ന ഒരു കലാപരിപാടി അതാണ്. അതുമാത്രമേ അവർ ചെയ്തുകൊണ്ടിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. കാരണം അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോകും എന്നുള്ളതുകൊണ്ടാണ്. എനിക്കത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങും കൂടെ ആയിരിക്കുമല്ലോ ഇത്. അവിടെ അത് ഞാൻ പറഞ്ഞല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിൽ സൃഷ്ടിച്ച വിടവ് നികത്താൻ പറ്റിയ ഒരാളായിട്ട് വേണമെങ്കിൽ കോൺഗ്രസ്സിൽ PK ശശിയെ പരിഗണിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല.